എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇരിക്കുന്ന ഇടങ്ങളെയും നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീയുമായി ബന്ധപ്പെട്ട് നീ നിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ, അത് ഫയലാകാം, പേപ്പറാകാം, വേറെ എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടിക്കും. മക്കളെ, കർത്താവെ, കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട്, കടകമ്പോളങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട്, ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട്, ചെറുകിട വ്യവസായങ്ങൾ. കർത്താവെ, അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെങ്കിൽ കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട്. ഈശോയെ, അവരെ ഞാൻ അങ്ങയുടെ തിരുസനെ ഏൽപ്പിക്കുന്നു. അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവമേ, അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം, ഒരു സ്ഥലം, ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനാര കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ, അധികാരമുള്ള അമ്മ, നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ, നിനക്കും മക്കൾക്കും ജീവിക്കാൻ പുതിയൊരിടം നൽകുകയും ചെയ്യട്ടെ. കേസകപ്പെട്ടിരിക്കുന്നവരെ, കള്ളക്കേസകപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ ഭീഷണിക്കപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവരെ, അതുപോലെ കേസ് കടലിൽ അനുകൂലമായി വിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ പരീക്ഷയുടെ റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, അവരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, വിവാഹത്തിൻ്റെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പരക്കമ്പാശ നടത്തുന്നവരെ, വീട് സ്ഥലമില്ലാത്തവരെ, സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി, വീടെങ്കിലും കിട്ടാൻ വേണ്ടി അരഞ്ഞു നടക്കുന്നവരെ, അവരുടെ ഉദ്യമങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. Lord, infuse your spirit of power and grace. ഇപ്പം ഇന്ന് ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു ഭർത്താവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഒരു ഭർത്താവിന് ഈ ബ്ലോക്ക് നല്ല ഒരു 80% ബ്ലോക്കാണ്. അപ്പം വൈഫിനോട് അയാൾ ആശുപത്രി വെച്ച് ചോദിക്കുകയാണ്, എടോ, ഞാൻ ഓപ്പറേഷൻ കൊണ്ട് ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുമോ? അപ്പോൾ വൈഫ് പറയുന്നൊരു ഉത്തരവുണ്ട്, ഞാൻ ദൈവമായിട്ടൊരു ഉടമ്പടിയിലാണ്, അത് സത്യസന്ധമാണ്. സത്യസന്ധമാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോഴേ എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന്. എന്താ ഈ മനുഷ്യന്മാരൊക്കെ ഇപ്പം ഇങ്ങനെ ഉടമ്പടി ജീവിക്കണേ. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രൊസീജിയറോ ഒന്നുമല്ല, ഞാനും ദൈവമായിട്ടൊരു ബന്ധമാണ്. അപ്പോൾ ആ വ്യക്തിക്ക് എന്തുമാത്രം ബോധ്യങ്ങളാണ് ഇട്ടിരിക്കുന്നത് നോക്കിയേ. ആപത്തോ വാളോ ഒന്നും അവരുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും എടുത്ത് കളയപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ അപ്പോസ്തല കാലഘട്ടം മാത്രമല്ല, ഇക്കാലവും മനുഷ്യൻ ജീവിക്കേണ്ട സുവിശേഷമാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ സാധ്യതകളെ കണ്ടറിഞ്ഞുകൊണ്ട് നല്ല പൊരുതുന്ന പടയാളിയായി ജീവിതത്തെ അഭിമുഖീകരിച്ച് ഓരോ ദിവസവും നിനക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു ഉത്തരവേ ഉള്ളൂ. ഇനി എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. എന്താ കാരണം? എൻ്റെ കാരണം ദൈവം നമ്മളെ ഓരോ ദിവസവും പുതിയ സ്നേഹത്തിലാണ് സ്നേഹിക്കുന്നത്. ബൈബിളിലൊക്കെയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ബൈബിളിൽ ഈ മദർ വേർഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു നിരീക്ഷണത്തിലുള്ളതാണ്. എന്നുവെച്ചാൽ ബ്രീഡിങ് വേർഡ്, ഒരു വേർഡ് ഇങ്ങനെ ഓരോരോ കാലത്തും ഓരോ ശിശുക്കളെ പറ്റിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അതിന് പുതിയ പുതിയ അർത്ഥങ്ങളും പുതിയ പുതിയ കമ്മ്യൂണിക്കേഷൻസും വരും ദൈവമായിട്ടുള്ള.
വിവലാവ് 3:22-23. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇത് സംഭവിച്ചല്ലേ, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അതായത് അത് ഒന്നിനു വായിച്ചത് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അതിനാണ് പ്രാധാന്യം. അതാ പ്രശ്നത്തില് സൂര്യനും അസ്തമയമുണ്ട്. വൃദ്ധിക്ക് ക്ഷയം ഉണ്ടാവും. അപവൃദ്ധിയില്ലേ, അപവൃദ്ധിക്ക് ഒരു ക്ഷയം ഉണ്ടാവില്ല. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ്. അത് നമ്മൾ എന്തുമാത്രം മനസ്സിലാക്കി 2000 കൊല്ലം ആയിട്ട്, 2000 അല്ല, സങ്കീർത്തനം എഴുതിയിട്ട് 3000 കൊല്ലമായിട്ടുണ്ട്. ഇന്ന് വരെ ധ്യാനിച്ചാൽ തീരാത്തിട്ട ഒരു വാക്കാണ്. കാര്യം കർത്താവിൻ്റെ സ്നേഹത്തിന് ഉദയം മാത്രമേ ഉള്ളൂ. ഒരിക്കലും അസ്തമിക്കണില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉദയം മാത്രമേ ഉള്ളൂ. പുതിയ ദൈവസ്നേഹമാണ്. പുതിയ ദൈവസ്നേഹത്തിലാണ് ദൈവം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്താണ്? എന്തിനാണ് ഒരു ദിവസം, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളോട്, എന്തിനാണ് ഒരു ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പ്രത്യേകമായ വിധത്തിൽ സ്നേഹിക്കാൻ വേണ്ടി.